മണ്ണാർക്കാട് തത്തേങ്ങലത്തെ പരമ്പരാഗത ജലസേചന മാർഗം തകർന്നിട്ട് 7 വർഷം. കല്ലമ്പൊടി തോടിന് കുറുകെയുള്ള പൈപ്പ് പുനഃസ്ഥാപിച്ചാൽ 100 ഏക്കറിലേക്കുള്ള ജലസേചന സൗകര്യം പുനരാരംഭിക്കാനാകും. വർഷാവർഷം എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിൽ ഒതുങ്ങി അധികൃതരുടെ നടപടി. കുന്തിപ്പുഴയിലെ കുരുത്തിച്ചാലിനു താഴ്ഭാഗത്ത് നിന്ന് തത്തേങ്ങലം കാരുണ്ടപ്പാടം വരെ തോടുമാർഗവും തുടർന്ന് സിമന്റ് പൈപ്പ് വഴിയും വെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി. 25 വർഷം മുമ്പ് സ്ഥാപിച്ച ഈ പദ്ധതിയിലെ വെള്ളം ഉപയോഗിച്ച് 3 വിള നെൽകൃഷി നടത്തിയിരുന്നു. നെൽകൃഷിക്ക് പുറമെ നാണ്യവിളകൾക്കുള്ള ജലസേചനത്തിനുള്ള വെള്ളവും ഒരു ചിലവുമില്ലാതെ ലഭിച്ചിരുന്നു. എന്നാൽ 2018 പ്രളയത്തിൽ തത്തേങ്ങലത്ത് കല്ലമ്പൊട്ടിത്തോടിനു കുറുകെ സ്ഥാപിച്ച സിമന്റ് പൈപ്പുകളും അവ സ്ഥാപിച്ചിരുന്ന തൂണുകളും ഒഴുകിപ്പോയി. ഇതോടെ കാരുണ്ടപ്പാടം ഭാഗത്തേക്ക് വെള്ളം എത്താതെയായി. ഒഴുകിപ്പോയ 4 ലെങ്ത് സിമന്റ് പൈപ്പ് പുനഃസ്ഥാപിച്ചാൽ 100 ഏക്കർ കൃഷിക്ക് വെള്ളമാകും. കൃഷിവകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് 2.5 പതിറ്റാണ്ട് മുൻപ് പദ്ധതി നടപ്പാക്കിയത്. തകർന്ന പൈപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് കർഷകർ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, കൃഷിവകുപ്പ് ഉൾപ്പെടെയുള്ള അധികൃതരോട് ആവശ്യപ്പെടുന്നതാണ്. നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റതു മുതൽ പലതവണ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും പൈപ്പ് പുനഃസ്ഥാപിച്ചില്ലെന്ന് കർഷകർ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീതയുടെ വാർഡിലെ പദ്ധതിയായിട്ട് പോലും നടപ്പായില്ലെന്നും കർഷകൻ ബഷീർ പറഞ്ഞു. 2018 പ്രളയത്തിൽ ഇത് തോട്ടുകൂടി ഒലിച്ചുപോയി. അതിനുശേഷം ഞങ്ങൾ പല ജനപ്രതിനിധികളെ പഞ്ചായത്തും ബ്ലോക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞു. അതിൽ ബ്ലോക്ക് മെമ്പർ ഒരു 4 വർഷം വരും, 4 വർഷത്തോളം എല്ലാ കൊല്ലം വന്നിട്ട് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് പോകും. പക്ഷെ വർക്ക് നടക്കൂല. പിന്നെ 1.5 മാസം മുന്നേ അവിടുത്തെ ഒരു ഓവർസിയറും ആയിട്ട് അവർ വന്നു, ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തു. എന്നിട്ട് പറഞ്ഞു 5 ലക്ഷം പാസ്സാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പോവുക ചെയ്ത്. പിന്നെ ഓവർസിയർ കണ്ട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ സ്ഥലം മാറിപ്പോയി, ആ ഫയൽ അവിടെ എടുക്കേണ്ടതൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ തൽക്കാലം ഇവർ ഷൗക്കത്ത് പോൻ്റെ തൊടി നനക്കാൻ വേണ്ടിയിട്ട് ഈ പൈപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഈ പ്ലാസ്റ്റിക് പൈപ്പ് വെച്ച് അവൻ്റെ നനക്കുന്നുണ്ട്. താഴത്ത് കൂടെ ഉള്ളവരൊക്കെ പലരും മോട്ടർ വെച്ചിട്ട് ഇതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവർ നനക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇത് നേരാക്കി കിട്ടിയിട്ടില്ല. നേരാക്കി കിട്ടുകയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ 7 കൊല്ലത്തോളമായി ഇപ്പോൾ ഇതിങ്ങനെ പോയിട്ട് കർഷകർ വളരെ ദുരിതത്തിലാണ്. അപ്പോൾ എന്തേലും ഒരു മാനുഷിക പരിഗണനകളും വെച്ചുകൊണ്ട് കൃഷിക്കാരെന്ന് സംരക്ഷിക്കണമെന്ന് ദയനീയമായി പറയാണ്. അധികൃതരോട് പലതവണ പറഞ്ഞിട്ടും പരിഹാരമില്ലാത്തതിനെ തുടർന്ന് കർഷകനായ ഷൗക്കത്ത് 20,000 രൂപ മുടക്കി മുളകൊണ്ട് താൽക്കാലിക തൂണുകൾ സ്ഥാപിച്ച് അതിനു മുകളിലൂടെ PVC പൈപ്പ് സിമന്റ് പൈപ്പിലേക്ക് യോജിപ്പിച്ചാണ് തോടിന് അക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നത്. തോട്ടിൽ വെള്ളം കൂടിയാൽ താൽക്കാലിക തൂണുകളും പൈപ്പും ഒലിച്ചുപോകുമെന്ന് ഷൗക്കത്ത് പറഞ്ഞു. കൃഷി ഭൂമിയുണ്ട്, കഴുങ്ങ്, തെങ്ങ്, വാഴ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഉള്ളത്. പക്ഷെ ഇത് ഈ വെള്ളം ഇങ്ങനെ ആയത് കാരണം ഒരുപാട് ആൾക്കാർ ഈ കൃഷിയിൽ നിന്ന് ഒഴിവായി റബ്ബർ വെച്ചിട്ടും മറ്റുള്ളത് ചെയ്തിട്ടും പോയി. കാരണം വാഴ വെച്ചാലും ഇത് കിട്ടാൻ വഴിയില്ല. കാരണം ഈ വെള്ളം ഇങ്ങനെ ഈ പൈപ്പ് ഒലിച്ചു പോയത് കാരണം വഴിയില്ല. ഞങ്ങളിപ്പോൾ ഈ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഈ പൈപ്പ് വാങ്ങി വെച്ചിട്ട് ഇങ്ങനെ വെള്ളം കിടത്തുന്നത്. അതും കുറച്ച് വെള്ളം ഇതിൽ പോകും, ബാക്കിയുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് തള്ളിപ്പോകും. കാരണം കൃഷി ആവശ്യത്തിന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് വെള്ളം. കഴുങ്ങെല്ലാം ഉണങ്ങിപ്പോയിരിക്കും. ആ മണ്ണാർക്കാട് പഞ്ചായത്തിൻ്റെ കൃഷിഭവനിലെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഇതുകളൊക്കെ നടത്തി തന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ 2018 ഈ പ്രളയത്തിൽ ഇത് ഒലിച്ചു പോയതാണ് ഇത് ഇത്ര ബുദ്ധിമുട്ടായത്. അന്ന് മുതൽ ഞങ്ങൾ പറയണതാണ്, പഞ്ചായത്തിന് കുറേ അപേക്ഷ കൊടുക്കും, ബ്ലോക്കിൽ കുറേ കൊടുക്കും, എന്നിട്ടും ഇതൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല. ആകാത്തിൻ്റെ അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. പദ്ധതി തകരാറിലായതോടെ തോട്ടിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്താണ് മറ്റു കർഷകർ നനയ്ക്കുന്നത്. തോടിപ്പോഴെ വറ്റി തുടങ്ങി. തോട്ടിലെ വെള്ളം പൂർണ്ണമായും വറ്റുന്നതോടെ കൃഷി ഉണങ്ങുന്ന സാഹചര്യമാണ്. അധികൃതർ മനസ്സുവെച്ചാൽ നിസ്സാര പണച്ചെലവിൽ 100 ഏക്കറിലെ കൃഷി ഉണങ്ങുന്നത് ഒഴിവാക്കാനാവും. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്, ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്.